Hi all. Magic morning. Magic morning. Magic morning. Magic Good morning. morning. Magic morning. Magic Okay. morning. Yes. മുസ്തഫ സാറെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. എന്റെ വോയിസ് കേൾക്കുന്നില്ല കേട്ടോ. കേൾക്കില്ല. ഇപ്പൊ ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ബുക്ക് റിവ്യൂ ആണ്. നിങ്ങൾ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ബി മാജിക് മെമ്പർ ആയിട്ടുള്ള ഷാജൻ സാറാണ് ഇന്ന് ബുക്ക് റിവ്യൂ പറയുന്നത്. സോ ഇന്നത്തെ ഈ ഒരു ബുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഷാജൻ സാറെ വെൽക്കം ചെയ്യാണ്. ഷാജൻ സർ, പ്ലീസ് വെൽക്കം. താങ്ക് യു മുഫീദ. നമസ്കാരം, എൻ്റെ പേര് ഷാജൻ, തൃശ്ശൂരാണ്. ബിസിനസ്സാണ് ചെയ്യുന്നത്. ഇന്ന് ബുക്ക് റിവ്യൂ ആണ്. ഞാൻ ഇന്ന് എടുക്കുന്ന ബുക്ക് അറ്റോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞ ഒരു ബുക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിനു മുന്നേ എനിക്ക് ഈ അവസരം തന്ന നമ്മളുടെ ഈ 5am ക്ലബായിട്ടുള്ള നമ്മുടെ ഈ ബി മാജിക് എന്ന കമ്മ്യൂണിറ്റിക്ക്, അതേപോലെ നമ്മുടെ സേഫ് സാറ് നമ്മളതിനൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഓരോരോ കാര്യങ്ങളിലൂടെ ഓരോ ദിവസവും നമുക്ക് വിജയങ്ങൾ സമ്മാനിക്കുന്ന സാറിനും, അതേപോലെ തന്നെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു പ്രത്യേകത എന്നുള്ളത്, നമുക്ക് ഇപ്പോൾ മുഫീദ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, മുസ്തഫ സാറിനെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു. ഇങ്ങനെ നമ്മളെ ഇതിന് കാണാതാകുമ്പോൾ നമ്മളോട് എന്താണ് നമുക്ക് സംഭവിച്ചതെന്ന് ചോദിക്കാനും ആ ഒരു സ്നേഹം നൽകാനും നമ്മളതിനെ ഒരു ആദരവ് നൽകാനും നമുക്ക് കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റി ഞാൻ കണ്ടിട്ടില്ല ശരിക്കും. എപ്പോഴും നമ്മളോട് എന്താ പറയുക, എപ്പോഴും നമ്മളോട് സ്നേഹത്തോടും അതുപോലെ ബഹുമാനത്തോടും മാത്രമാണ് സംസാരിക്കുള്ളൂ. അതേപോലെ നമുക്ക് കയറി വരാനുള്ള, നമ്മളുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് കടന്നു വരാനുള്ള ഓരോ മന്ത്രവും ഓരോ ദിവസവും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണിത്. അപ്പം ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എനിക്ക് വരാൻ സാധിച്ചതിന് ദൈവത്തിനോട്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പ്രപഞ്ചശക്തിയോട് ഞാൻ നന്ദി പറയുകയാണ്. സാറേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 2 പേരേ ഉള്ളൂ, 3 പേരേ ഉള്ളൂ. ഓക്കെ. ഇതിൽ അറ്റോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞ ബുക്ക് ജെയിംസ് ക്ലിയർ അദ്ദേഹത്തിൻ്റെ ബുക്കാണ്. ഇതാണ് ബുക്ക്. ജസ്റ്റ് ഈ ബുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും, ഒരുവിധം ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നു അല്ലേ സാറേ? ഈ ബുക്കിനെ കുറിച്ചിട്ട് റിവ്യൂ സാറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം നമുക്ക് ഈ ബുക്കിനെ കുറിച്ചിട്ട്. നമുക്ക് ഈ ബുക്കില് നമ്മളുടെ ശീലങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മളുടെ ഓരോ ജസ്റ്റ് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ 4 മേഖലയിലും ടച്ച് ചെയ്യുന്നതാണ് ഞാൻ ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മളതിനെ ഓരോ പടികളായിട്ട് നമ്മളെ കൊണ്ടുവരാൻ കഴിയുന്ന ഇത്രയും മനോഹരമായൊരു ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയും മനോഹരമായിട്ടുള്ളൊരു ബുക്കാണ്. ഇതൊരു കഥയല്ലാത്തത് കൊണ്ട് ഉൾക്കൊള്ളാൻ എത്രത്തോളം കഴിയുമെന്ന് എനിക്കറിയില്ല. ഒരു കഥയല്ലല്ലോ, ബിസിനസ്, ഒരു മനുഷ്യന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളതാണ്. ഇത്രയും ബാല്യം തൊട്ടുള്ള ലാസ്റ്റ് വാർദ്ധക്യം വരെയുള്ള ഒരു കഥ ശരിക്കും ഇതിലുണ്ട്. ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, നമുക്ക് ലൈഫിൽ വിജയിക്കണം എന്നുള്ള ആളുകൾക്ക് മസ്റ്റായിട്ടും വായിക്കേണ്ട ഒരു ബുക്കാണ്. ഇതിൽ 4 നിയമങ്ങളാണുള്ളത്. ഒന്നാമത്തെ നിയമം എന്നുള്ളത് ഒരു ശീലം സ്വാഭാവികമാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ നിയമം വരുന്നത് ശീലം ആകർഷകമാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ശീലം എളുപ്പമാക്കുക എന്നുള്ളതാണ്. നാലാമത്തെ വരുന്നത് ശീലത്തെ സംതൃപ്തി തരുന്നതാക്കുക എന്നാണ്. ഈ 4 മേഖലകളിൽ ടച്ച് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ലൈഫ് വിജയിക്കാതിരിക്കില്ല എന്നുള്ളതാണ്. അത്രയും മൂല്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ജസ്റ്റ് നമുക്ക് കുറച്ച് പോർഷൻ മാത്രമാണ് അറിയാലോ, നമുക്ക് 10-20 മിനിറ്റേ ഉള്ളൂ. കുറച്ച് പോർഷൻ മാത്രമാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഞാൻ
സംസാരിക്കുന്നുള്ളത്. ഇതിൽ ഫസ്റ്റ് കാര്യം നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ആ ബാല്യം എന്നുള്ള സംഭവത്തിലൂടെ തുടങ്ങിയെങ്കിൽ മാത്രമാണ് എന്തും നമുക്ക് ഒരു നഴ്സറി, അതിലൂടെ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അടിത്തറ കറക്റ്റായെങ്കിൽ മാത്രമാണ് നമുക്ക് 100% നമുക്ക് വിജയിച്ചിലേക്ക് എത്താൻ പറ്റുന്നത്. അടിത്തറ സ്ട്രോങ് ആക്കുക, എത്രത്തോളം നമ്മുടെ അടിത്തറ സ്ട്രോങ് ആക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഉന്നതിയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതിന് എന്താണ് വേണ്ടത്? നമുക്ക് സ്ഥിരമായിട്ടുള്ള കൺസിസ്റ്റൻസി ഉള്ള കാര്യങ്ങൾ, നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യം എന്തായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, തുടർച്ചയായിട്ട് ചെയ്യാൻ സാധിച്ചാൽ, ഇപ്പോൾ നമ്മളുടെ ഈ ബി മാജിക്കിൽ തന്നെ നമുക്ക് രാവിലെ എണീക്കുന്ന ഈ മെഡിറ്റേഷൻ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് തുടർച്ച നമുക്കുണ്ടെങ്കിൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ എന്നുള്ളത് 100% ഉറപ്പിക്കുന്ന ഒരു ബുക്കാണത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളിലൂടെയാണ് ഫസ്റ്റ് തന്നെ കടന്നു പോകുന്നത്. ഒരു കുടുംബ സംഗമത്തിന് വേണ്ടി വീട്ടിലേക്ക് ജോലി സ്ഥലത്ത് നിന്ന് ഒരു പാരാമെഡിക്കലായിട്ട് ജോലി ചെയ്യുന്ന ഒരു ലേഡി അവരുടെ വീട്ടിലേക്ക് വരികയാണ്. ആ വരുന്ന സമയത്ത് അവർ വീട്ടിൽ വന്ന് കയറുമ്പോൾ അവരുടെ അമ്മാനച്ഛനെ കാണുമ്പോൾ അവരുടെ മുഖത്ത് പെട്ടെന്ന് ഭാവവ്യത്യാസം ഉണ്ടാവുകയും അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയുന്നത്. അപ്പം എന്താണ്, അദ്ദേഹത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് ഫീൽ ചെയ്യാണ്, ഈ ലേഡിക്ക് ഫീൽ ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം കൂട്ടാക്കിയില്ല, തമാശ പോലെ ആളെടുത്തു. പക്ഷേ ഇവർ നിർബന്ധപൂർവ്വം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിന് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ട്. അവരെ പെട്ടെന്ന് രക്ഷിക്കാനായത് ആ ഒരു സമയത്തിന് അവരുടെ എടുത്ത തീരുമാനം അവരുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനെ രക്ഷിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, കുറേ വർഷങ്ങളായിട്ട് അവർ ഈ മേഖലയിൽ വർക്ക് ചെയ്യുകയും ഈ മേഖലയിലുള്ള ആളുകളെ കാണുകയും അവരുടെ മുഖത്തെ പേശികളിലെ ചലനങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കാനും പറ്റിയിട്ടുണ്ട്. എങ്ങനെ? അതൊരു സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. സ്ഥിരമായിട്ട് ഒരേ മേഖലയിൽ അത്രയും ശ്രദ്ധിച്ച്, അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ശ്രദ്ധിച്ച് അത്രയും കാര്യങ്ങൾ അവർ അത്രയും ശ്രദ്ധിച്ച് പോകുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പം നമ്മളൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സ്ഥിരമായിട്ട് ചെയ്യുക എന്നുള്ളതല്ല അതിൻ്റെ പ്രത്യേകത വരുന്നത്, നമ്മൾ അതിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്, ആ മേഖലയെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് എത്തിപ്പെട്ടാണ്. നമ്മളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ അത്രയും 100% നമ്മൾ അതിലേക്ക് അർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ അവർ കുറേ നമുക്ക് ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. പട്ടാളത്തിലെ റഡാർ സ്ക്രീനിൽ കാണുന്ന വെളിച്ചം കണ്ടുകൊണ്ട് നമ്മളെ പട്ടാളക്കാർ നമ്മളെ ആക്രമിക്കുന്ന വിമാനമാണെന്ന് തിരിച്ചറിയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട് എങ്ങനെ ഇത് നമ്മുടെ വിമാനമല്ല, ഇത് ശത്രുരാജ്യത്തിൻ്റെ ആണെന്നുള്ളത് അവർക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറേ ഉദാഹരണങ്ങളിലൂടെയാണ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോകണം, എങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ എന്നുള്ളത് ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിയത്തിലെ ക്യൂറേറ്റർമാർക്ക് അവിടെ ഇരിക്കുന്ന പുരാതന വസ്തുക്കളൊക്കെ നമുക്കറിയാം, നമുക്കൊന്നും പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ. അവർക്കത് നോട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. സ്ഥിരമായിട്ട് നമ്മളത് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത പറയുന്നത്, അവർ പറയുന്ന ഒരു ഉദാഹരണം പറയുന്നത്, ലേഡീസിൻ്റെ മുടി കണ്ടു കഴിഞ്ഞാൽ ഈ ഹെയർ ഡ്രസ്സർമാർക്ക് അവർ ഗർഭിണിയാണോ എന്ന് വരെ അറിയാൻ പറ്റുന്നതാണ്. അപ്പൊ അത്രയും നമുക്ക് ഫോക്കസ്ഡ് ആവണം, അവർ അത്രയും ഫോക്കസ്ഡ് ആണ്. അങ്ങനെ പറയുന്ന ആളുകൾ അത്രയും ഫോക്കസ്ഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെഷനിൽ ഇവർ പറയുന്ന ശീലം സ്വാഭാവികമാക്കുക എന്നുള്ളത്. നമ്മുടെ ഒരു ശീലത്തിനെ ഞാൻ ഒരു ബുക്ക് റിവ്യൂവിന് ഉപരിയായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ളതിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ, നമുക്ക് അറിയുന്നില്ലെങ്കിൽ, നമ്മൾ എന്നും ഒരേ കാര്യങ്ങൾ ഒരേപോലെ ഒരു ശ്രദ്ധയില്ലാതെ ചെയ്തു പോയി നമ്മളൊക്കെ ലൈഫ് അവസാനിപ്പിക്കാന്നാണ്. ലാസ്റ്റ് വാർദ്ധക്യത്തിലെത്തുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് ഇത്രയും എൻ്റെ ബാല്യത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ടുപോയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എനിക്ക് ആവേണ്ടത് വന്ന് നമ്മൾ ദുഃഖിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മനുഷ്യൻ്റെ തലച്ചോറ് എന്താ പറയുന്നത്, പ്രവചനങ്ങൾ നടത്തുന്ന ഒരു യന്ത്രമാണെന്നാണ് പറയുന്നത്. നമ്മുടെ പരിസരം നിരീക്ഷിച്ച് കണ്ടെത്തുന്ന അറിവുകളെ പഠിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നുണ്ട്. ബുക്കിൽ പറയുന്നതാണ്. എല്ലാ വിവരങ്ങളുടെയും ഇടയിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. ഞാൻ മണിസാറിനെ ഒരു മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് വീഡിയോ ഓൺ ആക്കി കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ശ്രദ്ധ, ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലേക്ക് ശ്രദ്ധിച്ചില്ലേ വെച്ചെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ വെറുതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന്
നമ്മൾ ഈ പറഞ്ഞല്ലോ, എന്താണ് നാം പഠിക്കേണ്ടതെന്ന് പലപ്പോഴും നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ഏഹ് നമ്മുടെ എല്ലാ വിവരങ്ങളും, നമ്മുടെ മൈൻഡ് നമ്മുടെ എല്ലാ വിവരങ്ങളും ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോയി അതിൻ്റെ ഇടയിൽ നിന്ന് ആവശ്യമുള്ളത് എല്ലാം തിരഞ്ഞെടുക്കും. നമ്മുടെ ലൈഫ് മൈൻഡ് ഇതൊക്കെ തിരഞ്ഞെടുക്കും. ഈ അറിവുകൾ അത് അവിടെ സൂക്ഷിച്ചു വെക്കുന്ന പറയുന്നത്, നമ്മുടെ തലച്ചോറിൽ അത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് വരുന്നത്? നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ ആ അറിവുകൾ എങ്ങനത്തെ അറിവുകളായിരിക്കും? നമ്മൾ പോകുന്ന ആ പ്രദേശത്തെ അറിവുകൾ എന്തായിരിക്കും? നമ്മൾ പോകുന്ന ആ ഫംഗ്ഷന്റെ അല്ലെങ്കിൽ കുറച്ച് ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ അപ്പൊ ആ അറിവ്, അവിടെ കിട്ടുന്ന അറിവുകൾ നമ്മുടെ മൈൻഡിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കും. അപ്പൊ നമ്മൾ എങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകേണ്ടി വരും? അപ്പോൾ നമ്മൾ ഇടപഴകുന്ന ആളുകളുമായിട്ടും നമ്മൾ പോകുന്ന സ്ഥലങ്ങളുമായിട്ടും അത് എങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നതെന്നും ഞാൻ എങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് ഇടപഴകുന്നതെന്നും നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫ് ബാക്കിലേക്ക് പോകും. ഒരു പൊട്ട സന്ദർഭം വരുമ്പോൾ അത് പുറത്തേക്ക് കൊണ്ടെടുക്കും. ഇത് ഞാൻ അന്ന് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇപ്പം എടുക്കാം. അതല്ല, നമ്മൾ നല്ല കമ്മ്യൂണിറ്റിയുമായിട്ട് ഇതേപോലെ നമ്മളെപ്പോലത്തെ നല്ല കമ്മ്യൂണിറ്റിയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തായാലും നല്ല ചേഞ്ചസ്, ആവശ്യഘട്ടങ്ങളിൽ നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇത് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നൊരു ബുക്കാണ് ശരിക്കും. പിന്നെ പറയുന്നത് ഇപ്പോൾ ഇതിൽ പറയുന്ന ഒരു അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നമ്മുടെ മക്കളുണ്ട്, നമ്മളുണ്ട്, എല്ലാവരും ഇടപഴകുന്ന സ്ഥലങ്ങളെ നമ്മളൊന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉപബോധ മനസ്സ് ഇത് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പോലും അറിയില്ല നമ്മൾ എങ്ങനെയായി തീരുക എന്നുള്ളത്. നമ്മൾ ആളുകളെ നമ്മുടെ പഴയ ശീലങ്ങളിലേക്ക് പെട്ടെന്ന് തിരിച്ചു പോകാനുള്ളൊരു വഴിയാണ് ശരിക്കും. നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഈ ബി മാജിക്കിൽ വരുന്നതിന് മുന്നോ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റികളിലേക്ക് വരുന്നതിന് മുന്നോ ഒക്കെ നമ്മൾ വേറൊരാളായിരുന്നു. ആ ഒരാളായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടുന്ന ജീനിൽ നിന്ന് വരുന്നത് നമ്മൾ വേറൊരാളായിരുന്നു. അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ആ ഒരു സത്വമല്ല ശരിക്കും നമ്മളിലേക്ക് വരുന്നത്. അപ്പം അവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ പഴയ ശീലങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് നമ്മുടെ ബോധ മനസ്സിലേക്ക് നമുക്ക് എപ്പോഴും നല്ല തോട്ട്സുകൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു പോയിന്റാണ് ശരിക്കും. നമ്മളത് അതിൻ്റെ പ്രത്യേകതകൾ പറയുന്നത്, അതിൻ്റെ ഉദാഹരണങ്ങൾ പറയുന്നത്, നമ്മൾ ചിരിക്കുമ്പോൾ പലപ്പോഴും മുഖം പൊത്തുന്നുണ്ട് ചില ആളുകൾ, സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതിന് അവർ കാണിക്കുന്നുണ്ട്. നമ്മളപ്പോൾ ആ ശീലങ്ങളൊക്കെ പെട്ടെന്ന് തിരിച്ചു വരാനുള്ള, അപ്പോൾ അതൊക്കെ കെടുക്കുന്നതാണ്, കുറേ കാലങ്ങളായിട്ട് കെടുക്കുന്നതാണ്. ഈ കെടുക്കുന്ന ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പൊ എപ്പോഴും നമ്മൾ സ്വല്പം കൂടി മെച്ചുവേർഡ് ആവാനായിട്ട് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നില്ല വെച്ചെങ്കിൽ നമുക്ക് എപ്പോഴും ബാക്കിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു കുടിയനായിട്ടുള്ള ഒരാൾ കുടി നിർത്തിയിട്ടുണ്ടെങ്കിലും അവൻ എപ്പോഴും ഞാനൊരു നല്ല ഒരു വ്യക്തിത്വത്തിന് എപ്പോഴും നല്ല വ്യക്തിത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ടില്ല വെച്ചെങ്കിൽ അവൻ പെട്ടെന്ന് ബാക്കിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. തിരിച്ചുപോക്ക് എപ്പോഴും എളുപ്പമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് പറ്റുന്നില്ല, ഇതൊന്നും നമുക്ക് അറിയണില്ല വെച്ചാൽ നമ്മൾ 2 ചോദ്യങ്ങൾ ചോദിക്കാനാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. ഈ ശീലം ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാകാൻ എന്നെ സഹായിക്കുമോ? ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശീലം ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാവാൻ സാധിക്കുമോ? ഇപ്പോൾ ഈ രാവിലെ എണീറ്റിട്ട് നമ്മളിപ്പോൾ ഇരിക്കുന്ന സമയത്ത് കുറേ ആളുകളൊക്കെ ഇത് കേൾക്കുന്നുണ്ടാവും, ലേഡീസൊക്കെ കിച്ചണിൽ വർക്കായിരിക്കും. എങ്കിലും ഈ ഒരു 2 ചോദ്യങ്ങൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലിട്ട് കൊണ്ടു നടക്കണം. അതായത് ഈ ശീലം ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാകാൻ നമ്മളെ സഹായിക്കുമോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ ശീലം ആഗ്രഹിക്കുന്ന വ്യക്തിത്വത്തിന് മുതൽക്കൂട്ടാകുമോ? നമ്മുടെ മനസ്സിലുണ്ടാവും, നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും നല്ല 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 രീതിയിൽ ജീവിക്കണമെന്നും നല്ല ആളുകളുമായിട്ട് ഇടപഴകണം എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തനത്തിന്റെ മേഖലയിലേക്ക് നമുക്ക് കടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ലൈഫിൽ നമുക്ക് മാറ്റാൻ. ഞാൻ ഇതിലെ ഫസ്റ്റ്, അതായത് നമ്മുടെ ബാല്യം എന്നുള്ള മാറ്ററിൽ നമ്മുടെ 1ാമത്തെ നിയമം, ഈ ശീലം ഒരു സ്വാഭാവികമാക്കുക എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, നമ്മൾ ഇത്രയൊന്നും പറയേണ്ട കാര്യങ്ങളിൽ ഈ 2 ചോദ്യങ്ങൾ മാത്രം നമുക്ക് നമ്മുടെ മനസ്സിലിട്ട് കൊണ്ട് നടന്നാൽ മതി. അപ്പം ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കഥയല്ല നടന്നൊരു സംഭവം കൂടിയും പറഞ്ഞുകൊണ്ടാണ് ഇതിൽ അടുത്ത സെഷനിലേക്ക് ബുക്ക് പോകുന്നത്.
നമ്മുടെ 2001 ബ്രിട്ടനിലെ ഗവേഷകർ 100 പേരടങ്ങുന്ന 3 ടീമുകളിൽ ഒരു പരീക്ഷണം നടത്തി. അത് ഇങ്ങനെയായിരുന്നു. ആദ്യത്തെ സംഘത്തിന് കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പേരിട്ടു. അവരോട് വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 3 ടീമിനും വ്യായാമം ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരോട് വ്യായാമം ചെയ്യുന്നു എന്ന് വെറുതെ രേഖപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ അടുത്ത് മോട്ടിവേഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. അവർക്ക് കൊടുക്കേണ്ടത് പരിശീലനം മാത്രമല്ല, അവർ വ്യായാമത്തിന്റെ ഗുണങ്ങളെ പറ്റിയിട്ട് വായിക്കാനും പറഞ്ഞു. ഇങ്ങനെ രണ്ടാമത്തെ ഗ്രൂപ്പിനോടും പറഞ്ഞ് അവര് ഇതിന്റെ ഗുണങ്ങളെ പറ്റിയിട്ട് പറയാ, ജസ്റ്റ് ആളുകളുടെ അടുത്തൊന്ന് പറയാ. അങ്ങനെ സ്വല്പം കൂടി അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ ഹൃദ്രോഗമൊക്കെ മാറും, നല്ല നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും, അങ്ങനെയൊക്കെ നമുക്കറിയാലോ. നമ്മൾ എന്താണ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു. മൂന്നാമത്തെ ടീമിന് കൊടുത്തതെന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചിങ്ങനെ, ഇതേ ക്ലാസ് തന്നെ കൊടുത്തു. ഇതിന്റെ ഒരു രൂപരേഖ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ജസ്റ്റ് ഇതിന്റെ ഒരു രൂപരേഖ ഉണ്ടാക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ടൈം കൊടുത്തിട്ടുണ്ടല്ലോ, ആ ടൈമിന്റെ ഉള്ളിൽ ഇത്ര മണിക്ക്, അതായത് അവർ പറയുന്നത് അടുത്ത ആഴ്ച 20 മിനിറ്റ് ഇന്ന ദിവസം ഇത്ര മണിക്ക്, അതായത് 1 മണിയാണെങ്കിൽ 1 മണി, 2 മണിയാണെങ്കിൽ അല്ലെങ്കിൽ പുലർച്ചെ 5 മണി, അങ്ങനെ ഒരു ടൈം പറയുമല്ലോ, ആ ടൈമിന് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് വ്യായാമം ചെയ്യുന്നു പറയാൻ പറഞ്ഞു. ഇതില് മൂന്നാമത്തെ ടീം നമുക്ക് മനസ്സിലാവില്ല. മൂന്നാമത്തെ ടീം മാത്രമാണ് ഇത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ ചെയ്തത് കൊണ്ടോ ആഗ്രഹിച്ചത് കൊണ്ടോ മാത്രമാവില്ല, നമ്മൾ അതിനൊരു ക്ലാരിറ്റി കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ ശീലം സ്വാഭാവികമാക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ബുക്കിലത്തെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ നിയമമാണ് ഒരുവിധം ചാപ്റ്റർ ക്ലോസ് ആയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ നിയമവും മൂന്നാമത്തെ നിയമവും നാലാമത്തെ നിയമമൊക്കെ ഉണ്ട്. ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു നഴ്സറി എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും നമുക്ക് നമ്മളതിനെ പരിചരിച്ചു കൊണ്ടുവരുന്ന, നമ്മുടെ കാലുകളെ ശക്തിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് പില്ലേഴ്സ് എന്ന് പറയാം നമുക്ക്. അല്ലെങ്കിൽ നമ്മുടെ നഴ്സറി തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നഴ്സറി എന്ന് പറയുന്നത്. കാരണം ഞാൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ചെടീനെ നമുക്ക് വളർത്തി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി, അതിൻ്റെ ഒരു വിത്ത് തൊട്ട് ഒരു വിത്ത്, ഏറ്റവും നല്ലൊരു വിത്തിനെ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. ആ വിത്തിനെടുത്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആ മണ്ണ് നമ്മൾ അത്രയും ശ്രദ്ധിച്ച് നോക്കണം. ആ മണ്ണ് അത്രയും നല്ലൊരു മണ്ണല്ലെങ്കിൽ നമുക്ക് അതിലൊരിക്കലും ഒരു വിത്ത് നടാൻ പറ്റില്ല. അതേപോലെ തന്നെ അതിന് വളരാൻ വേണ്ട ആ സ്ഥലങ്ങൾ, വായുസഞ്ചാരമുള്ള ഒരു സ്ഥലങ്ങൾ ഒരു സ്വാഭാവികമായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ആ മണ്ണിൽ വായുസഞ്ചാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഇത്രയും ചെയ്ത് അതിന് വളവും വെള്ളവും കൊടുക്കണം. ഇത്രയൊക്കെ ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു ചെടി വളരുള്ളൂ. ഈ ചെടിയുടെ വളർച്ച ഫസ്റ്റ് ഘട്ടം, അതായത് നമ്മുടെ ഈ ഒരു ശീലം നമ്മൾ സ്വാഭാവികമാക്കുക എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഘട്ടം നമ്മുടെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് നമുക്ക് ഒരിക്കലും കിടക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തൊരു ശീലം നമ്മൾ കൊണ്ടുവരാൻ, നമ്മളിപ്പോൾ ഇതിലൂടെ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് നമ്മളൊക്കെ ഓരോരോ ഗോളുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. നമ്മൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ബാല്യത്തിലല്ല നിൽക്കുന്നുണ്ടാവുക, ചിലപ്പോൾ കൗമാരത്തിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ വാർദ്ധക്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ യൗവനത്തിലായിരിക്കാം. ഈ സ്റ്റേജിൽ നിന്നൊക്കെ നമ്മൾ ഒന്ന് ഇറങ്ങി വരിക. നമുക്ക് ഇപ്പൊ നേരത്തെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ മെഡിറ്റേഷൻ സമയത്ത് പറഞ്ഞിരുന്നു, ആ ഒരു കുട്ടീനെ കണ്ടിരുന്നു, നമ്മുടെ കൂടെ എന്നും ഉണ്ട്. ആ കുട്ടി എന്നും നമ്മുടെ കൂടെയുണ്ട്. ആ കുട്ടി നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മുടെ കുട്ടി ഇപ്പൊ വാർദ്ധക്യത്തിലാണെങ്കിൽ പോലും ആ കുട്ടി നമ്മുടെ കൂടെയുണ്ട്. ഈ കുട്ടീനെ ഒന്ന് എടുത്തിട്ട് അവനൊന്ന് ഒരു ഉമ്മ കൊടുക്കാനോ, അല്ലെങ്കിൽ അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ മൈനസ് പോയിന്റ് എന്തായിരുന്നു അവനെ ഞാൻ നോക്കിയിരുന്നെന്നുള്ളതും നമുക്ക് നോക്കി അവനൊരു ഉമ്മ കൊടുത്തുകൊണ്ട്, അതെങ്ങനെയാണ് അതിൽ പറയുന്നത്, നമ്മുടെ മെഡിറ്റേഷനിൽ പറയുന്നത് അങ്ങനെയാണ്. അവനെ എടുത്ത് കെട്ടിപ്പിടിച്ച് നമ്മൾ വീണ്ടും ആ ഒരു ബാല്യത്തിലേക്ക് വരാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാൻ പറ്റും. ഇപ്പൊ നമ്മൾ എവിടെയാണെന്ന് നോക്കണ്ട, അവിടെ നിന്ന് നമുക്ക് തുടങ്ങാൻ പറ്റും. നമ്മുടെ ലൈഫിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും 100%. ഇന്ന് ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് നേരെ ഇനി അടുത്തൊരു സെഷൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഞാൻ ഈ സെഷൻ ഇവിടെ നിർത്താണ്. താങ്ക് യു ഓൾ. മുഫീദ, താങ്ക് യു. Yes.
താങ്ക് യു ഷാജൻ സർ, താങ്ക് യു സോ മച്ച്. അപ്പം ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ് ഷാജൻ സാർ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതില് ഏറെക്കുറെ ആളുകൾ അത് വായിച്ചിട്ടുള്ളവരായിരിക്കും അല്ലെ? വായിക്കാത്തവരാരേലും ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ, വായിക്കാത്തവരുണ്ടെങ്കിൽ. വായിച്ചില്ല കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ സെഷന്റെ ഒരു സെഷൻ അല്ല, ബുക്ക് റിവ്യൂയുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആരാണ് ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത്? ആരുമില്ലേ? മാജിക് മോർണിംഗ്. യെസ്, മണി സർ പറഞ്ഞോളൂ. ഷാനു സാർ വളരെ നന്നായിരുന്നു. നല്ല ഒഴുക്കോട് കൂടിയിട്ട് നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു. പ്രത്യേകിച്ച് ഈ നല്ലൊരു ബുക്ക് എടുത്തതിന്, നമ്മളെ പരിചയപ്പെടുത്തുന്നതിന്, മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും വീണ്ടും അത് ഓർമ്മപ്പെടുത്താനും അതിലുള്ള പ്രശസ്തമായിട്ടുള്ള ഭാഗങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് പറയുന്ന സായൻ സാർ പറഞ്ഞ പോലെ അതിന്റെ ശീലങ്ങളുടെ ഒരു സ്വാഭാവികം ആകർഷികമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് എളുപ്പവും സംതൃപ്തി തരുന്നതായിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും ആദ്യത്തെ ആ ഒരു ഭാഗത്തിന് ഒരു മുൻതൂക്കം കൊടുത്ത് തന്നെ സ്വാഭാവികമായിരിക്കണം എന്നുള്ളതാണ്. അതിൽ കുറെ നല്ല ഉദാഹരണങ്ങൾ ചേർത്തിട്ടാണ് ഇന്ന് നമുക്ക് വന്നത്. അത് നമ്മൾ എപ്പോഴും നല്ല തോട്ട്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ നല്ല ശീലങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള ശീലങ്ങൾ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ശീലങ്ങൾ നമുക്ക് ഭാവിയിൽ ഒരു ആകണം. അതുപോലെ തന്നെ നമ്മളെ ഒരു നല്ല വ്യക്തിയാകാൻ നമ്മളെ സഹായിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നല്ല രീതിയിൽ നമ്മളിലേക്ക് എത്തിച്ചു തന്നത്. വളരെ നല്ല രീതിയിലുള്ള നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. കൂടുതൽ അത് ശീലങ്ങള് കാര്യങ്ങൾ, ആ ചെടീന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശരിക്ക് ആ ഇതിന്റെ കണ്ടന്റിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു ബുക്ക് പരിചയപ്പെടുത്തിയതിനും ഇന്നത്തെ പ്രഭാതത്തിൽ നല്ല വാക്കുകളിലൂടെ ഞങ്ങളിലേക്ക് ഈ അറിവ് നൽകിയതിന് വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. പ്രീത മാം പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് ഷാജൻ സർ, വളരെ നല്ല ഒരു ബുക്ക് റിവ്യൂ ആണ്. കാരണം ഞാൻ ഇപ്പൊ അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള ആ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഫുള്ളായിട്ടായിട്ടില്ല, പക്ഷെ നമുക്കത് ഒരു പ്രാവശ്യം ഒന്നും വായിച്ച് സാറ് പറഞ്ഞ പോലെ നമുക്കതിനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അത് ഇനിയും ഇങ്ങനെ തുടർച്ചയായി വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നടക്കും. പിന്നെ സാറ് പറഞ്ഞ പോലെ നമ്മള് ആദ്യം, അതായത് നമ്മുടെ നഴ്സറിയുടെ കാര്യം പറഞ്ഞല്ലോ, അത് വളരെയധികം കറക്റ്റ് ആണ്. അതായത് ചെറിയ കുട്ടികളുടെ കാര്യം, സാറ് ചെടിയുടെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ ചെറിയ കുട്ടികളുടെ ഉള്ളിലേക്ക് അവർക്ക് നമ്മൾ എന്താണോ പകർന്നു കൊടുക്കുന്നത് വെച്ചാൽ അവരത് കറക്റ്റ് ആയിട്ട് അവരുടെ മനസ്സിലേക്ക് അവർ പകർത്തിയെടുക്കും. പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യുന്ന ഒരു പവർ ആ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ സാറിപ്പോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞു. സത്യമാണ് അത്. അതായത് മെഡിറ്റേഷനിൽ നമ്മളത് ആ ഒരു കാര്യം പറയുന്നുണ്ട്. ആ കുട്ടി ഇരുന്ന് കരയുന്നതും അതിനെ ഹഗ് ചെയ്യുന്നതും എല്ലാം പറയുന്നുണ്ട്. പക്ഷെ സാറിന് ആ ബുക്ക് റിവ്യൂവിന്റെ ഒപ്പം തന്നെ അത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, നല്ല അതുപോലെ തന്നെ നല്ല ഒഴുക്കോട് കൂടി തന്നെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു സാർ, വളരെ നല്ലൊരു ബുക്ക് റിവ്യൂ ആയിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്ത ആള് മാജിക് മോർണിംഗ്. മുസ്തഫ സാർ പറഞ്ഞോളൂ. ഞാൻ കുറച്ച് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നില്ല. കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടും കുറച്ച് മൊബൈൽ വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണമാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. ഇന്നിപ്പം അതിന് തയ്യാറായി. പിന്നെ ഇന്നത്തെ ക്ലാസ് സാജൻ സാറിന് നല്ല ക്ലാസ് ആയിരുന്നു. ഇങ്ങനെ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിലും നല്ലൊരു അനുഭവമായിരുന്നു. കാരണം ഉദാഹരണം, നഴ്സറിന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ നല്ല ഒരു ഉദാഹരണത്തോടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. നല്ല ക്ലാസ് ആയിട്ടുണ്ട്. ഇനിയും ഇതുപോലെ തുടർന്നുള്ള ക്ലാസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു മുസ്തഫ സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇതില് ഒരു ഭാഗം വളരെ ഒന്നുകൂടി എനിക്ക് ക്ലിയർ ചെയ്യാനുള്ളത്. ഷൈനിമ, ഒരൊറ്റ മിനിറ്റ് ഷൈനിമ. ഇതില് നമ്മുടെ
ഈ ശീലങ്ങളൊന്ന് ഭംഗിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ അതിന്റെ വൈഫ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫ് യാത്രയായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ പേഴ്സ് എടുത്തു, മൊബൈൽ എടുത്തു, അങ്ങനെ അവർ എന്തൊക്കെയാണോ മറക്കാതിരിക്കാൻ അവർ സ്ഥിരം കൊണ്ടുപോകേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ എടുത്തു എന്ന് ഉറക്കെ വിളിച്ച് പറയുമായിരുന്നു പറഞ്ഞു. ഇനി നമുക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ എന്തൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ ഈ സംഭവങ്ങളൊക്കെ എനിക്ക് ചെയ്യുന്നത് ഞാൻ ഇറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട്. ഞാനൊക്കെ വളരെയധികം ഞാനത് ഉപയോഗിക്കുന്നതാണ്. എനിക്ക് അടുക്കും ചിട്ടിയും വന്നത് ഈ ബുക്ക് കിട്ടിയതിന് ശേഷമാണ്. നമ്മുടെ ലൈഫിൽ അടുക്കും ചിട്ടിയും വരാനായിട്ട് ഈ ബുക്ക് വായിച്ചാൽ മാത്രം മതി. അതേപോലെ ഒരു ഉദാഹരണം പറയുന്നത് എന്താ പറയുക, നമ്മുടെ ജപ്പാനീസാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല അവിടുത്തെ റെയിൽവേ സംവിധാനം എന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നതിലും അതെ, അവിടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ അവിടെ അതിന്റെ ഓരോരോ സിഗ്നലുകൾക്ക് അനുസരിച്ച് അവർ അതിനെ കുറിച്ചിട്ട് പറയാനും. അപ്പൊ ഈ 4 ഭാഗങ്ങൾ അവിടെ അതേപോലെ തന്നെ ഇത് പോകുമ്പോൾ ഇവിടുന്ന് ട്രെയിൻ പോകുന്ന സമയത്ത് എല്ലാ ആളുകളും കൂടിയിട്ട് ഒക്കെ ചെക്ക് ക്ലിയർ എന്ന് പറഞ്ഞിട്ട് അവർ ആ ക്ലിയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൈയും വായും മൂക്കും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട്. നമ്മുടെ ലൈഫിലും അങ്ങനത്തെ അപകടങ്ങൾ വരുന്നുണ്ട്, ഇഷ്ടംപോലെ നമ്മുടെ ലൈഫിലും വരുന്നുണ്ട്. ഇതൊക്കെ അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് എന്താണ് ആവശ്യമുള്ളത്, അത് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായിക്കോട്ടെ, എങ്ങനെയല്ല അത് നമുക്ക് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മുടെ ലൈഫിൽ. എപ്പോഴും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. നമുക്ക് എന്താണ് ആവശ്യം, ആവശ്യമില്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കേണ്ട, നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. അതിന് നമ്മൾ ഒരു ഇത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് എന്താണ് വേണ്ടത്, അതാണ് നമ്മൾക്ക് ലൈഫിൽ എന്ത് ചേഞ്ചസ് ആണ് കൊണ്ടുവരുന്നത്, അത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഷൈനിമ, സോറി. ഒരു നല്ലൊരു സെക്ഷൻ ആയിരുന്നു സർ. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്കൊരു നല്ലൊരു എന്താണ് പറയണ്ട, നല്ല ശീലങ്ങളിലൂടെ നമുക്ക് എങ്ങനെ ഒരു നല്ല വ്യക്തിയായിട്ട് മാറാൻ കഴിയും എന്നുള്ളത് സാർ നല്ല എക്സാമ്പിളുകളോടുകൂടി തന്നെ പറഞ്ഞു തന്നു. നല്ലൊരു സെക്ഷനായിരുന്നു സർ. ഇനി നെക്സ്റ്റ് ക്ലാസ് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. അവസരം കിട്ടുകയാണെങ്കിൽ ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു ഷൈനി മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ ഇനി? മാജിക് മോർണിംഗ്. യെസ്, ജിസി മാം. ഷാദൻ സാർ, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടില്ല. സാർ എല്ലാം ഉദാഹരണങ്ങളോട് കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഇതിന്റെ ബാക്കി പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ജെസി. ജെസി അല്ലേ ഫസ്റ്റ് നമ്മുടെ ഗ്രൂപ്പില് മോർണിംഗ് വിഷ് ചെയ്യുന്നത്? ആണോ? 4 മണിക്ക് 4:30 അല്ല, ഞാൻ 5 മണിക്ക്. ഷിജമയാണോ? അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ശീലം നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് വരുത്തും എന്തായാലും. ഓക്കെ, മാജിക് മോർണിംഗ്. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു സാദിൽ സാർ. താങ്ക് യു. നല്ലൊരുപാട് അറിവുകൾ കിട്ടി. എന്റെ കയ്യിൽ ഈ ബുക്ക് ഉണ്ട്, പക്ഷെ ഞാനത് വായിച്ച് തുടങ്ങണുള്ളൂ. ഇപ്പൊ അടുത്താണ് എനിക്കത് കിട്ടിയത്. പക്ഷെ ഇപ്പൊ അത് വായിക്കാൻ ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് ആയി. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനൊക്കെ മാറിയത് ഈ ബുക്കിൽ നിന്നാട്ടോ. ശരിക്ക് മാറുക എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, നമുക്ക് ഇതിൽ ഞാനൊരു സാധാരണ ഒരു വ്യക്തിത്വമായിട്ട് വന്നിട്ട് ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു സെഷൻ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ നമുക്ക് ലൈഫിൽ നമുക്ക് മാറ്റങ്ങൾ നമ്മൾ തന്നെ കൊണ്ടുവരണം, മറ്റുള്ളവരല്ല, നമ്മൾ കൊണ്ടുവരണം. ഓരോ ദിവസം ഞാൻ മാറുന്നുണ്ടോ, ഓരോ ദിവസം എനിക്ക് ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ബുക്കുകൾ നമ്മളെ ലൈഫിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്തായാലും. ഓക്കെ, താങ്ക് യു. ദിവ്യ മാം. സാറേ, ഈ ബി മാജിക്കിന് എത്ര താങ്ക്സ് പറഞ്ഞാലും അത് ഇതാവില്ല. അത്രയും താങ്ക്സ് ഉണ്ട് സാർ ബി മാജിക്കിനും. അതിലോരോ പ്രസന്റേഷനും ഓരോ ക്ലാസ്സുകളും ഇതിൽ വന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നു. ഇതൊക്കെ എന്നെ കുറെ മാറ്റാനായിട്ട് കുറെ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ് കേട്ടോ. മുഫിദ, താങ്ക്സ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് ഇനി ആരെങ്കിലും ഉണ്ടോ? ദിവ്യ മാമിന് തോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഫീഡ്ബാക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. വേറെ ആരെങ്കിലും? മാജിക് മോർണിംഗ്. ഷാജൻ സാറെ ക്ലാസ്
ആറ്റമിക് ഹാബിറ്റ്സിനെ പറ്റി നമുക്ക് നമ്മളെ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തും. ശീലങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, പുതിയ പുതിയ ശീലങ്ങൾ. ഞാനിപ്പം പുതുതായിട്ട് തന്നെ ഈ ബി മാജിക് ക്ലബിലേക്ക് വന്നതാണ്, ജോയിൻ ചെയ്തതാണ്. അപ്പോൾ ഞാനും പുതിയ പുതിയ ശീലങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കാനും ആ ഒരു എനർജി ഇങ്ങനെ കൊണ്ടുവരാനും. അപ്പം ഷാജൻ സാറിന്റെ ഈ ക്ലാസ്, അതിൽ ആ ബുക്കിൽ, ഞാൻ ആ ബുക്ക് വായിച്ചിട്ടില്ല, ആ ബുക്ക് ഇനി വായിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കിട്ടട്ടെ. എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു സാറേ. താങ്ക് യു. Thank you, Vijit sir. Thank you so much. Okay. Then, ഹലോ, ഇന്ന് ഷാജൻ സാർ അമൻ സാറേ, ആ ശ്രദ്ധേന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കൺസിസ്റ്റന്റ് ആയി തുടർച്ചയായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകതയെ പറ്റിയിട്ട് ഒന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പഴയതിലേക്ക് തിരിച്ചു പോകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയും കൂടി വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പഴയതിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഇപ്പോ നമ്മളുടെ കുഴപ്പമില്ലല്ലോ, നമുക്കത് അടിച്ച് നമ്മൾ തന്നെ കയറ്റി നമ്മുടെ തോട്ട്സിൽ നമ്മൾ കയറ്റിയിട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മളതിനെ വായിച്ച് വിജയ് സാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വിജയ് സാർ മാറിയിരുന്നിട്ട്, നമ്മളിൽ നിന്ന് മാറിയിരുന്നിട്ട് വിജയ് സാറിന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും. നമുക്ക് എന്തെങ്കിലും ഞാൻ പഴയതിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തതിന് ശേഷമാണ് എന്തെങ്കിലും എനിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ നമ്മൾ തന്നെ ഒന്ന് നോക്കണം, ഞാൻ ബാക്കിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത്. അതിനാണ് നമ്മൾ ഇറങ്ങുമ്പോൾ ആ പേഴ്സ് എടുത്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. എപ്പോഴും ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ പഴയ ശീലത്തിലേക്ക് പോകുന്നുണ്ടോ, ഞാൻ എൻ്റെ പഴയ കൂട്ടുകെട്ടിലേക്ക് പോകുന്നുണ്ടോ. ആ ഒരു പേഴ്സാണ് നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ കരുതേണ്ടത്. ഓക്കെ, താങ്ക് യു. നമ്മളൊരു നല്ല വ്യക്തിയാക്കുന്നതും ഒക്കെ നമ്മളെ ഈ ശീലങ്ങളാണ്. ശരിയായിട്ടുള്ള നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതി കൂടെ പോകുന്ന ആളെ കൊണ്ടാണ്. താങ്ക് യു വെരി മച്ച്. okay. ബഷീർ സാർ പറഞ്ഞോളൂ. മാജിക് മോർണിംഗ്. ബഷീർ സാർ, നല്ല പുസ്തകമാണ് സാർ. നല്ല പുസ്തകം. ഞാൻ വായിച്ചതാണ് ജെയിംസ് ക്ലിയറിന്റെ. ഇത് ചെറുതായിട്ട് നമ്മളൊരു % ഒരു ദിവസം മാറ്റുകയാണെങ്കിൽ നമ്മളൊരു വർഷത്തേക്ക് ഇത്ര മാറ്റം വരും. ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് ഇതിന്റെ ആശയം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക. ബി മാജിക് കൾച്ചർ ശരിക്ക് നമ്മൾ പാലിച്ചു പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിന്റെ തെളിവാണ് ഇതിലുള്ള കുറെ ആൾക്കാർ, ഞാനടക്കം ഉള്ള കുറെ ആൾക്കാർ. നമ്മളൊക്കെ വരുമ്പോൾ ഇതേമാതിരി ഒരു ഫീഡ്ബാക്ക് വരെ പറയാൻ മടിച്ച് ഇങ്ങനെ നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാൻ വേണ്ടി മാറി നിൽക്കുകയാണ്. അവർ പറയട്ടെ, നമ്മൾ അച്ചീവ് ചെയ്ത ഈ സ്ഥാനം അവർക്കും കിട്ടട്ടെ എന്ന അതുകൊണ്ടാണ്. ഷാജൻ നന്നായിട്ട് പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. അതെ, തീർച്ചയായിട്ടും സാറേ. മണി സാറൊക്കെ നമുക്ക് അത്രയും അറിയാം. നമുക്ക് ഇത്രയും കഴിവുള്ള വ്യക്തികളും ഞങ്ങൾക്ക് ഒരു അവസരം തരികയാണ് ശരിക്കും. കറക്റ്റായിട്ടും അതെ. നമ്മുടെ സാറും അതെ, നമ്മുടെ സൈഫ് സാർ അതെ. ഞാനൊരു ദിവസത്തെ ക്ലാസ് ആക്കി അദ്ദേഹം മാറ്റിയിട്ട് ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുക ചെയ്തത്. വളരെയധികം ഞാനത് ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, നമുക്ക് ഇത്രയും വലിയൊരു ക്ലബിനെ ഞാൻ നമ്മുടെ ഇതിൽ കണ്ടിട്ടില്ല. നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ക്ലബ്ബ് ഞാൻ വേറെ ഒരിടത്തിലും കണ്ടിട്ടില്ല. അത് 100% സത്യമാണ്. ഓക്കെ, താങ്ക് യു സാർ. Okay, thank you ബഷീർ sir. Thank you so much. Okay, അടുത്ത ആള്. ഇല്ല, ഇനി ഒരുപാട് പേര് സംസാരിക്കാത്തുണ്ടല്ലോ. എല്ലാവരും ജസ്റ്റ് അറ്റ്ലീസ്റ്റ് 1-2 സെഷൻ നന്നായിരുന്നെങ്കിലും പറയാനൊന്ന് അൺമ്യൂട്ട് ചെയ്തൂടെ? ഇല്ല. ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ ഷാജൻ സർ? ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം.
താങ്ക് യു. ഓക്കെ, അപ്പം ഇനി ബുക്ക് റിവ്യൂ എടുത്ത ഷാജൻ സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. Thank you, Arjun. Thank you all. Thank Thank you, you. Sajid Thank you. sir. Thank you all. Thank you very much. Thank you all. Thank you, sir. Have a nice Thank you all. Thank you.